ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ SSCന്റെ വെബ്സൈറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യമുള്ള വെബ്സൈറ്റ് മാറ്റി ഇപ്പോൾ പുതിയ വെബ്സൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിലെ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒരു ചുരുങ്ങിയ 2-3 മിനിറ്റിനുള്ളിൽ നമുക്കൊന്ന് നോക്കാം. വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. മെയിനായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ആദ്യം SSCന്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ssc.nic.in ആയിരുന്നു. ഇപ്പോൾ അത് ssc.gov.in. ഇനി ഇതാണ് SSCയുടെ മെയിൻ വെബ്സൈറ്റ് കേട്ടോ. പഴയ വെബ്സൈറ്റിൽ ചെയ്തതൊന്നും ഇനി സ്വീകരിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതായി കാണുന്ന ഈ സെക്ഷനാണ്. ഇവിടെയാണ് നമ്മൾ SSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ഉണ്ടാവുക കേട്ടോ. ഇതിൽ മുകളിലായിട്ട് ഇങ്ങനെ ഓരോരോ പുതിയ അപ്ഡേറ്റ് ഇങ്ങനെ വരും. ഇത് നമുക്ക് സാധാരണ നമ്മുടെ പഴയ വെബ്സൈറ്റിലുള്ള പോലെ തന്നെയാണ്. ബാക്കി പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പിന്നെ ഉള്ളത് പറഞ്ഞാൽ നമ്മുടെ എക്സാമിനേഷൻ കലണ്ടർ. ഇപ്പോൾ നമുക്ക് എക്സാമിനേഷൻ കലണ്ടറൊക്കെ ഒറ്റയടിക്കാൻ അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി അവിടെ സൈഡിൽ തന്നെ മനസ്സിലാവും 5-ാം തീയതി സ്റ്റെനോഗ്രാഫറിന്റെ വന്നു. ഇനി വരാനുള്ളത് മെയിനായിട്ട് പറഞ്ഞാൽ നമുക്ക് കാണാനുള്ളത് കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ April 2 വരുന്നുണ്ട്. 7-ാം തീയതി മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വരുന്നുണ്ട്. 11 ഗ്രാജുവേറ്റ് ലെവൽ. അതുപോലെ തന്നെ ഈ 2 എക്സാം സെലക്ഷൻ പോസ്റ്റിന്റെയും CPOന്റെയും വരുന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. ഉടനെ തന്നെ നമുക്ക് വരുന്ന പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന്റെ അപ്ഡേഷൻ കാര്യങ്ങൾ കൊണ്ടായിരിക്കും വരാത്തത്. അതോ ഇനി വെണ്ടർ മാറുക എന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ. പിന്നെ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണാം 4 കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ ഏരിയ ഉണ്ട്. ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട ഏരിയ. ഇതിൽ നമുക്ക് എക്സാമിനേഷൻ കലണ്ടർ കിട്ടും, സ്കീം ഓഫ് എക്സാമിനേഷൻ കിട്ടും, സിലബസ് കിട്ടും, സ്പെഷ്യൽ, അങ്ങനെ ഒരുപാട് നമുക്ക് വേണ്ട ടെൻഡേറ്റീവ് വേക്കൻസി, പിന്നെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ്സ് അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ കയറിയാൽ നമുക്ക് ആ വിധത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമുക്ക് നോക്കാം. പിന്നെ മെയിനായിട്ട് SSC പറഞ്ഞൊരു കാര്യമുണ്ട്. സോറി, ഇതല്ല, ഈ സംഭവം ഇതാണ് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നുണ്ട് 17-ാം തീയതി മുതൽ ലൈവ് ആയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഈ 2ാമത്തെ പാരഗ്രാഫാണ്. ഓൾ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു ഡു ഫ്രഷ് വൺ ടൈം രജിസ്ട്രേഷൻ ഓൺ ദ ന്യൂ വെബ്സൈറ്റ്. ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് പഴയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നവരുണ്ടാവും. പക്ഷെ SSC പറയുന്നുണ്ട് പുതിയ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതുപോലെ തന്നെ വേറെന്താ പറയുന്നത്, വൺ ടൈം രജിസ്ട്രേഷൻ പ്രീവിയസ്ലി ഡൺ സ്റ്റാൻഡ്സ് നൾ ആൻഡ് വോയിഡ്. ഇതിന് മുമ്പ് ചെയ്തത് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പുതിയ വെബ്സൈറ്റിൽ പുതിയ വൺ ടൈം രജിസ്ട്രേഷൻ എല്ലാവരും ചെയ്യണം. അതിനുവേണ്ടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവർ ഫോർ കാൻഡിഡേറ്റ്സ് എന്ന സെക്ഷനിൽ ഇൻസ്ട്രക്ഷൻസ് ഫോർ ഫയലിംഗ് OTR എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പുതിയ വരുന്ന ഏതൊരു എക്സാമിനും നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ഈ ഒരു വെബ്സൈറ്റ്, ഞാൻ ഒരു വട്ടം ചെയ്താണ് പഴയ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിരിക്കരുത്. ഈ ഒരു വെബ്സൈറ്റിൽ എന്ത് വേണം, പുതിയ എല്ലാ രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇന്ന് തന്നെ പോയിട്ട് ആരും വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ നിൽക്കണ്ട. കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 1-2 വീക്സ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പുതുതായിട്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലല്ലോ. നോട്ടിഫിക്കേഷൻ ഒക്കെ മെയിൻ ആയിട്ട് വരുന്നത് ഫെബ്രുവരി അല്ല മാർച്ച് ഏപ്രിലൊക്കെ മാസങ്ങളിലാണ്. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം എന്തെങ്കിലുമൊക്കെ ഇതിൽ ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അപ്ഡേറ്റ്സ് അങ്ങനെ അവർ ഇനി കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. പുതിയ വെബ്സൈറ്റ് വന്ന ഉടനെ തന്നെ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ പഴയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാം ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലാഗ് വരാറുണ്ട് അല്ലേ. എക്സാമിന്റെ ആ ഒരു അവസാന ദിവസങ്ങളെടുക്കും ജാം. അപ്പൊ അതൊന്നും ഇനി ഉണ്ടാവില്ല നമുക്ക് പ്രതീക്ഷിക്കാം. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ മെയിനായിട്ട് ഇതിൽ ഒരു കാര്യം പറയുന്നത്, സ്കീം ഓഫ് എക്സാമിനേഷനിൽ CGLന്റെ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് പഴയ പാറ്റേൺ ആണ് കേട്ടോ. ഇത് മാറി ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത് പഴയ പാറ്റേണിലേക്ക് തന്നെ തിരിച്ചു പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇവർക്ക് മാറിയതാവാനാണ് സാധ്യത. അങ്ങനെയൊന്നും വരില്ല കേട്ടോ. കാരണം ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ 2 വർഷം മുമ്പാണ് പുതിയ പാറ്റേൺ ആക്കിയത്. ഇതിപ്പോ പഴയ സിലബസ് എടുത്തിട്ട് ഇട്ടപ്പോൾ പഴയത് അതുപോലെ ഇട്ടതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പം അതിലാരും ടെൻഷൻ അടിക്കണ്ട. പുതിയ പാറ്റേൺ തന്നെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതൊന്നും അങ്ങനെ മാറില്ല കേട്ടോ. ഇതൊക്കെ ഒറ്റയടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ മാറ്റി കളിക്കൊന്നുമില്ല. കാരണം പതുക്കെ SSC ഇങ്ങനെ പുതിയ അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ പരീക്ഷ ചെയ്ത് 2018-19 സമയത്ത് SSC അല്ല, ഇപ്പൊ ആകെ മാറി സ്പീഡായി. ഒരുപാട് പ്രോസസ്സുകൾ, ഒരുപാട് പുതിയ കാര്യങ്ങൾ വന്നു. അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നിങ്ങളും അപ്ഡേറ്റ് ആവുക, അത്രേ പറയാനുള്ളൂ. അതാണ് മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റ്. അപ്പൊ ഇനി ഏതിനും നമ്മൾ ഈ വെബ്സൈറ്റിനെ മാത്രമേ ആശ്രയിക്കാൻ പാടുള്ളൂ. എന്ത് അപ്ഡേറ്റ് ആരെന്തൊക്കെ എവിടെയൊക്കെ ഏത് യൂട്യൂബ് ചാനലിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും അതിന്റെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ വരുന്ന ഇത് വഴിയായിരിക്കും, ഈ ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും. പിന്നെ നമ്മുടെ കേരള കർണാടക റീജിയന്റെ വെബ്സൈറ്റ് ഉണ്ട്. അതുവഴിയാണ് നമ്മുടെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് ഏതൊക്കെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും. അത് SSC.KKR അങ്ങനത്തെ ഒരു വെബ്സൈറ്റ് ആണ് കേട്ടോ. SSC.KKR എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടും. ഇതാണ് SSCയുടെ മെയിൻ വെബ്സൈറ്റ്. അപ്പൊ ഇത്ര കാര്യങ്ങളുള്ള മെയിൻ ആയിട്ട്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല കേട്ടോ. ഇവിടെ കലണ്ടർ വരുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളല്ല. പിന്നെ ലോഗിൻ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടവർ എവിടെയാണ് ലോഗിൻ രജിസ്റ്റർ കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഓൾറെഡി ലോഗിൻ ചെയ്തവരാണ് ലോഗിൻ ചെയ്യാം. പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടവർ രജിസ്റ്റർ നൗ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുക. ഒറ്റയടിക്ക് തന്നെ ധൃതി പിടിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് മിസ്റ്റേക്കുകളൊന്നും വരുത്തി വെക്കണ്ട. മിസ്റ്റേക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറച്ച് അവസരം SSC കൊടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ധൃതി പിടിക്കണ്ട, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം.
അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായും നമ്മൾ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു വീഡിയോ നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയുകയാണ്, SSC അപ്ഡേറ്റ് ആവുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളും അപ്ഡേറ്റ് ആയിട്ട് നല്ല നല്ല എന്താ പറയുക പരീക്ഷയ്ക്ക് അത്രയും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ്.